ഹലോ, ബ്യൂട്ടി പാർലറിലൊന്നും പോകാതെ തന്നെ മുഖം നല്ലവണ്ണം തിളങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ഫേഷ്യൽ വീട്ടിൽ ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണ് പാലാണ് വേണ്ടത്. പാല് തിളപ്പിക്കുകയൊന്നും ചെയ്യാത്ത സാധാരണ പച്ചപ്പാലാണ് എടുത്തത്. അതിലേക്ക് 1/4 ടീസ്പൂണ് കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ അതന്നെ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞളിന് പകരം വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുക. പക്ഷേ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു കറ ഉണ്ടാവും. പക്ഷേ കസ്തൂരി മഞ്ഞളിന് ആ ഒരു കറ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കസ്തൂരി മഞ്ഞൾ തന്നെ യൂസ് ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫേസിലേക്ക് 2 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മളെ ക്ലെൻസിങ് എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്. 2 മിനിറ്റ് മസാജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ 2 മിനിറ്റ് തന്നെ മുഖം നല്ല രീതിയിലൊന്ന് ക്ലെൻസ് ചെയ്തെടുക്കണം. മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു മിക്സ് നല്ല രീതിയിൽ തന്നെ പുരട്ടിയെടുത്തതിന് ശേഷം നിങ്ങൾക്ക് നനഞ്ഞ ഒരു കോട്ടൺ തുണി കൊണ്ട് തുടച്ച് കളിയോ അല്ലെങ്കിൽ കഴുകി കളിയോ ചെയ്യുക. ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുമ്പം തന്നെ നമ്മുടെ മുഖത്തുള്ള അഴുക്കെല്ലാം ഒരുവിധം പോയിട്ടുണ്ടാവും. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണ് ഷുഗറും അതേപോലെ തന്നെ 1 ടീസ്പൂണ് തേനും എടുക്കുക. ഇത് രണ്ടും കൂടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തേനും ഷുഗറും കൂടി നല്ലോണം മിക്സായി കിട്ടിയതിന് ശേഷം ഈ സ്ക്രബിങ്ങും നമ്മൾ മുഖത്തേക്ക് 2 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്യണം. സ്ക്രബ് ചെയ്യുന്നതിൻ്റെ മുന്നേ കുറച്ച് അതായത് നമ്മളെ സ്കിന്നിന് താങ്ങാൻ പറ്റുന്ന ചൂടിൽ ഒന്ന് മുഖം ആവി പിടിക്കുകയാണെങ്കിൽ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും നമ്മുടെ മുഖത്തുനിന്ന് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഒന്നെങ്കിൽ ചൂടുവെള്ളത്തിൽ ഒത്ത ചൂടിൽ അതായത് സ്കിന്ന് പൊള്ളിപ്പോകാത്ത രീതിയിൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്ന ചൂടിൽ ഒന്ന് ആവി പിടിച്ചതിന് ശേഷം ഈ ഒരു സ്ക്രബ് ചെയ്യാനാണെങ്കിൽ അടിപൊളി റിസൾട്ടായിരിക്കും. സ്ക്രബ് ചെയ്തതിന് ശേഷം ഇതുപോലൊന്ന് നല്ല രീതിയിലൊന്ന് നനഞ്ഞ തുണി കൊണ്ട് തുടച്ച് കളയുക. അതിനുശേഷം നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു മസാജിങ് ജെല്ല് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അലോവേര ജെല്ലിലേക്ക് 1 ടീസ്പൂൺ റോസ് വാട്ടറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമ്മുടെ ഫേസിലേക്ക് ഒരു 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒരു 2 മിനിറ്റ് മസാജ് ചെയ്യുക. ഞാൻ ഈ പറയുന്ന ഈ 2 മിനിറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് നിങ്ങൾ 2 മിനിറ്റ് തന്നെ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾ വിചാരിച്ച ഒരു റിസൾട്ട് കിട്ടും. 2 മിനിറ്റ് മുഖം നല്ല രീതിയിൽ തന്നെ ഒന്ന് മസാജ് കൊടുക്കുക. 2 മിനിറ്റ് മസാജ് കൊടുത്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നനഞ്ഞ തുണി കൊണ്ടോ അല്ലെങ്കിൽ വെള്ളം കൊണ്ടോ നിങ്ങൾക്ക് തുടക്കുകയോ കഴുകിക്കളിയോ ചെയ്യാം. ഇനി നമ്മുടെ അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഫേസ് പാക്ക് പോലെ തയ്യാറാക്കി ഇടുക എന്നുള്ളതാണ്. ഇത്രയും കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് നല്ലൊരു ഗ്ലോ വരും. ഇനി ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പഴമാണ് വേണ്ടത്. വീട്ടിൽ തൊലി കറുത്ത് പോയി കളയുന്ന പഴമെല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂണോളം തേനിട്ട് കൊടുക്കുക. ഇത് രണ്ടും മാത്രം മതി നമുക്ക് ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്കൊരു ബൈൻഡിങ് ഏജൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് കടല മാവോ അല്ലെങ്കിൽ ഗോതമ്പ് മാവോ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും ജസ്റ്റ് പഴവും ഈ ഒരു തേനും കൂടിയിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് മാഷ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ തന്നെ ഇതുപോലെ മാഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഫേസിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 മിനിറ്റ് മസാജ് ചെയ്ത് തന്നെ തേച്ച് പിടിപ്പിക്കുക. ഇത് പഴമായതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുമൊന്നുമില്ല. പക്ഷേ ഒരു 25 മിനിറ്റ് നിങ്ങൾ ഫേസിലേക്ക് വെക്കുക. 25 മിനിറ്റ് ഫേസിലേക്ക് വെച്ചതിന് ശേഷം സാധാരണ വെള്ളത്തിൽ നമ്മൾ കഴുകിക്കളിയാണ് ചെയ്യേണ്ടത്. ഇത്രയും കഴിയുമ്പോഴത്തെ തന്നെ നിങ്ങളെ മുഖത്തെ ആ ഒരുവിധം ടാനെല്ലാം മാറാനും അതുപോലെ തന്നെ മുഖം നല്ല നിറവും തിളക്കവും വരാനും സഹായിക്കുന്ന നല്ലൊരു ഫേഷ്യലാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. കണ്ടോ, നല്ലൊരു ഗ്ലോ ആണ് വന്നിട്ടുള്ളത്. ഫേസിൽ ഇതിലും നല്ല ഗ്ലോ ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.